ഇടുക്കി മൂന്നാർ ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപം ദേശീയപാതയോരത്ത് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായി പരാതി. സമീപത്തുകൂടി ഒഴുകുന്ന നീർച്ചാലും മാലിന്യം കൊണ്ട് നിറയുന്ന സ്ഥിതിയാണ്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് മാലിന്യം അധികവും നിക്ഷേപിക്കപ്പെടുന്നതെന്ന പരാതിയും ഉയരുന്നു. മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകവെയാണ് ദേശീയപാതയോരത്ത് ഇങ്ങനെ മാലിന്യം കുമിയുന്നത്. ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപമാണ് പാതയോരത്ത് വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം അധികവും നിക്ഷേപിക്കപ്പെടുന്നതെന്ന പരാതി ഉയരുന്നു. ഇത് ரொம்ப நாளா அவங்க ராத்திரில கொண்டு வந்து தட்டறனால நமக்கு ஒன்றும் தெரியாது. நாங்க எங்க வேஸ்ட் ஒட்ட வேஸ்ட் கீழே வராது. நாங்க அங்க வச்சிருவோம், இல்லைன்னா மேலே கூண்டில் கொண்டு அங்கிட்ட இருந்து வருதா இல்லைன்னா தேவன ரிசோர்ட்ல இருந்து வருதா என்னன்னு. இப்போ நம்ம அந்த வேஸ்ட் எடுத்து பார்த்தோம்னா அதுல ஒரு அட்ரஸ் இருக்கும். മാലിന്യ നിക്ഷേപം നടക്കുന്നതിന് സമീപം ഒരു നീർച്ചാലുണ്ട്. ഈ നീർച്ചാലും മാലിന്യം കൊണ്ട് നിറയുന്ന സ്ഥിതിയിലാണ്. രാത്രിയുടെ മറപറ്റി മാലിന്യം നിക്ഷേപിച്ചു പോകുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രദേശത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രവണത തുടരുമെന്നും സമീപവാസികൾ പറയുന്നു. വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികളുമായി പഞ്ചായത്തുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇനിയും ഇതിനോട് സഹകരിക്കാത്ത സമീപനം ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. കടുത്ത വേനലിൽ ഹൈറേഞ്ചിലെ ജനത കുടിവെള്ളത്തിനായി നട്ടോട്ടം മൂടുമ്പോൾ കുടിവെള്ള സ്രോതസ്സായ അരുവികൾ മാലിന്യ നിക്ഷേപം കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് സാമൂഹ്യ വിദഗ്ധർ. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.